Hey, ഹായ് ഗമർ ജോബർ, വെൽക്കം ടു ടിബ്ലിസി ടോക്സ്. അപ്പോൾ നമ്മ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നിർത്തിയ പോലെ ഇവിടുത്തെ എയർപോർട്ട് സ്റ്റഡീസ് അല്ലെങ്കിൽ ടിബ്ലിസി അല്ലെങ്കിൽ ജോർജിയ എന്ന കൺട്രിയിലുള്ള സ്റ്റഡീസ്, ഇവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലും ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എയർപോർട്ട് സ്റ്റഡീസ് അല്ലെങ്കിൽ ഇവിടെ വന്ന് പഠിക്കാനായാലും നമ്മൾ ആദ്യം നോക്കുക ഒരു ഏജൻസി അല്ലേ. അപ്പോൾ ഏജൻസീസ് ആണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ഏജൻസീസ് ഉണ്ട്. ഈ ഒരു കൺട്രിയിൽ ഇഷ്ടം പോലെ ഏജൻസീസ് ഉണ്ട്. ലൈക്ക് ഏറ്റവും കൂടുതൽ ഏജൻസി ചെയ്യുന്ന മെഡിക്കൽ കോഴ്സസും ആയിരിക്കും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റുഡൻസ്, ഒട്ടുമിക്ക സ്റ്റുഡൻസ് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ആയിട്ട് അധികം വരുന്നുണ്ടാവില്ല. ഒരു ഭൂരിഭാഗം ആൾക്കാരും മിഡിൽ ക്ലാസ് ആയിരിക്കും. സോ ഏജൻസീസ് ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ അൺവാണ്ടഡ് ആയിട്ട് കുറെ ക്യാഷ് പിള്ളേരെ സർവീസ് ചാർജ് ആയിട്ടും അതായിട്ടൊക്കെ മേടിക്കുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത്രയൊന്നും ഫണ്ട് ഇതിന് ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് വന്ന് പഠിക്കാനായാലും എന്ത് കാര്യത്തിനായാലും അത്രയും ഫണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഏജൻസീസ് ഒക്കെ ചൂസ് ചെയ്യണവർ ശ്രദ്ധിച്ച് രണ്ടു വട്ടം ആലോചിച്ച് കമ്പയർ ചെയ്തിട്ടൊക്കെ ചൂസ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ MBBS ഉണ്ട്, നഴ്സിംഗ് ഉണ്ട്, BSc നഴ്സിംഗ് ഉണ്ട്, ഡെന്റൽ, അങ്ങനെ മെഡിക്കൽ കോഴ്സസ് ഒരുപാടുണ്ട്, B.Pharm, അങ്ങനെ കുറേ ഉണ്ട്. ലൈക്ക് അത് പോരാണ്ട് പിന്നെ കൊമേഴ്സ് ബിസിനസ് കോഴ്സസ് ആയാലും ഇഷ്ടം പോലെ ഉണ്ട്. BBA, MBA, MCom, അങ്ങനെ ലാർജ് വെറൈറ്റി. ആൻഡ് IT കോഴ്സസും കുറേ അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ ഒക്കെ സംഭവം എന്ന് വെച്ചാൽ ഈ MBBS എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇൻ ജോർജ് ഫ്രം ഇന്ത്യ അല്ലെങ്കിൽ പുറത്തുനിന്ന് എവിടെ നിന്നായാലും മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇവിടെ വരുന്നത് തന്നെ MBBS പഠിക്കാൻ. കാരണം ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ ഒരു രീതി, ബാക്കിയെല്ലാം കൊണ്ടും MBBS ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത് ജോർജ്. യൂറോപ്യൻ സ്റ്റൈൽ, യൂറോപ്യൻ കൾച്ചർ, ലൈക്ക് എല്ലാ ആൾക്കാരും കാര്യങ്ങളും, ലൈക്ക് നേച്ചർ, എല്ലാം കൊണ്ടും യൂറോപ്പിനെ ടച്ചാണ്. സോ MBBS, പിന്നെ നഴ്സിംഗ്, അങ്ങനെ ചെറിയ ചെറിയ കോഴ്സസ് വരും. പിന്നെ MBBS വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നീറ്റ് എഴുതാണ്ട് നമുക്ക് MBBS വരാം. നീറ്റിലൊരു മീഡിയം സ്കോറുള്ളവർക്ക് ഇവിടെ MBBS വരാം. നമ്മുടെ ഇന്ത്യൻ നീറ്റ് മതിയാവും ഇവിടെ MBBS വരാം. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ പാർട്ട് ടൈം അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലാസ്സസ് ഒക്കെ വളരെ നമുക്ക് ടൈം ഫ്രണ്ട്ലി അങ്ങനെയൊക്കെ പറയാം. ലൈക്ക് നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒരു ദിവസം ക്ലാസ് ഉണ്ടാവും. ലൈക്ക് ഒരു ദിവസം സെമിനാർ ആണെങ്കിൽ ഒരു ദിവസം ലെക്ചർ, അങ്ങനെയൊക്കെ ആയിരിക്കും. സോ നമുക്കത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യാനായാലും, ഇപ്പോൾ ഒരു ഡെലിവറി ജോബ് ആയാലും, ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡെലിവറി ജോബ്, അങ്ങനെ കുറേ ജോബ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ജോബ് ചെയ്യാനായാലും നമുക്ക് ടൈം ഫ്രണ്ട്ലി ആയിരിക്കും, നമുക്ക് ഒരു പോർട്ടബിൾ ആയിരിക്കും. എങ്ങനെയായാലും MBBS കാര്യം ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം MBBS കുറേ പഠിക്കാനുണ്ടാവും. ഫസ്റ്റ് സെമിസ്റ്റർ, സെക്കൻഡ് സെമിസ്റ്റർ എല്ലാത്തിലും അത്യാവശ്യം പഠിക്കാനുണ്ടാവും. സോ ഇപ്പോൾ നമുക്ക് ക്ലാസ് ടൈം കുറവാണെങ്കിലും ഇവിടെ വന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും സെമിനാർസ്, അസൈൻമെന്റ്, അങ്ങനെ കുറേ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ MBBS ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം MBBS ഇപ്പോൾ നമ്മൾ കാണുന്നവരൊന്നും MBBS വർക്ക് ചെയ്യാനുള്ള ടൈം കുറവാണ്. കാരണം അവർക്ക് പഠിക്കാമെന്ന് കുറേ ഉണ്ട്. സോ MBBS ഒരു മിഡിൽ ക്ലാസ് പിള്ളേർ ഇവിടെ വന്ന് പാർട്ട് ടൈം ചെയ്തിട്ട് MBBS പഠിക്കുക എന്നുള്ളൊരു മോഹം കൊണ്ടൊക്കെ വരാനാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഹാർഡ്. ബട്ട് ചെയ്യുന്നവരുണ്ട്, ചെയ്യുന്ന കുറേ പേര് എൻ്റെ അറിവിലുണ്ട്. സോ അതൊക്കെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചാണ് ഇരിക്കുക. സോ MBBS ഒഴികെ ബാക്കി എല്ലാ കോഴ്സും, ലൈക്ക് നഴ്സിംഗ് ആയാലും ശരി, ഡെന്റൽ ആയാലും ശരി, അങ്ങനത്തെ B.Pharm ആയാലും ശരി, അല്ലെങ്കിൽ ബിസിനസ് കോഴ്സസ് ആയിട്ട്, IT കോഴ്സസ് ആയിട്ട്, ഇതിലൊക്കെ ഉള്ളവർക്ക് ടൈം മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാം. കാരണം നമുക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്ത്, നമുക്ക് തന്നെ ക്ലാസ്സസ് സെറ്റ് ചെയ്ത് നമുക്ക് വർക്ക് കൂടെ എവല്യൂഷൻ ആയാലും അങ്ങനെ കുറേ. ഇപ്പോൾ നൈറ്റാണ് അതിൻ്റെ വർക്കൊക്കെ വരാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് രാത്രി വർക്കിന് പോകാം. രാവിലെ ആയിരിക്കില്ല, ചില ദിവസം രാവിലെ ഒന്നും ആയിരിക്കില്ല ക്ലാസ്, ചിലപ്പോൾ ഉച്ചയ്ക്ക് ആയിരിക്കും. അപ്പോൾ കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ക്ലാസ്സിന് പോകാം. സോ ഇറ്റ്സ് ഗുഡ് ഐ തിങ്ക്. അപ്പോൾ എല്ലാവർക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ കൂടുതൽ ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ വേണം ഏജൻസീസിനെ കുറിച്ചായാലും, ഇവിടുത്തെ കോഴ്സസിനെ കുറിച്ചായാലും, ഇതിനെ കുറിച്ചായാലും കുറേ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സബ്ജക്ട്സ് ആയാലും എന്ത് കാര്യങ്ങളായാലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറും പിന്നെ ഇമെയിലും ഇതിൻ്റെ അടി കൊടുത്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും.
ലൈക്ക് ഫീൽ ഫ്രീ ടു കോണ്ടാക്ട്. ഓക്കെ, ഞങ്ങൾ 24 hours ഞങ്ങൾ റെസ്പോണ്ട് ചെയ്തോളും. പരമാവധി ഞങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ നോക്കും. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തില്ല, ഞാൻ കമൻറ്റിൽ കൂടെ റിപ്ലൈ തരുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ. ലൈക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിരുത്തി തരാം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.